ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് വീണ്ടും ആ രാമായണ പാരായണത്തിനായിട്ട് ഭഗവാന്റെ തിരുനടയിലിരിക്കാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത ദിവസത്തേക്ക് 6 ദിവസം ഇനി നമ്മുടെ മുമ്പിൽ
രാമായണ പാരായണത്തിനായിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് നമ്മൾ പട്ടാഭിഷേകം വരെ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ശരിക്കും ഉത്തര രാമായണം കൂടി വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് ഇതുപോലെ പറയണം എന്ന് ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അവിടെ നമ്മുടെ വീട്ടിൽ വച്ചിട്ട് അത് വായിച്ച് ആഴ്ചയിലൊരു ദിവസം എന്നെങ്കിലും അത് കുറേശ്ശെ ഭാഗങ്ങൾ വായിച്ച് നമുക്ക് അനുസ്മരിക്കാം. അതെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരാൾ വന്ന് പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി വായിക്കും. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അതുപോലെ ഒരു ദിവസം അവിടെ വീട്ടിൽ വെച്ച് സമ്പൂർണ്ണ പാരായണം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് ദിവസമൊക്കെ എന്താണെന്ന് തീരുമാനിച്ചിട്ട് ചിങ്ങമാസത്തിലേ ആവുള്ളൂ. കാരണം അവിടെ വച്ചിട്ട് രാമായണം വായിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇരുന്ന് വായിക്കണ കാരണം കൊണ്ട് അങ്ങനെ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭഗവാന്റെ മുമ്പിലൊരു സമ്പൂർണ്ണ പാരായണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛ പോലെ ഭഗവാൻ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് നമുക്ക് തന്നാൽ ആ ഒരു ദിവസം നമുക്ക് അവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കാമെന്നുള്ള ആഗ്രഹം കൂടി ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം ദീപാരാധന വരെ നാമം ജപിക്കുന്നൊക്കെയായിരുന്നു നമ്മൾ. അങ്ങനെയാണ് ഒരാഗ്രഹം ഭഗവാന്റെ മുമ്പിൽ വെച്ച്. എന്തോ അറിയില്ല, അത്രയ്ക്കൊന്നുള്ള ഒരു ആ നാമം ജപിക്കാൻ പറ്റാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പ്രസാദം ഇട്ട് കഴിഞ്ഞ് പോയതിന് ശേഷം 3-4 ആൾക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അത്രയും ഉണ്ടായുള്ളൂ. അതിൽ തന്നെ ഉഷേച്ചിയൊക്കെ പറഞ്ഞു ഞാൻ വേറെ അവിടെ നിറമാലയുണ്ട് അവരുടെ കുടുംബക്ഷേത്രത്തിൽ അവിടെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ സുലോചനേച്ചി ഞാനും ഇവർ മാത്രം. അതിൽ 1-2 പേർക്കാണെങ്കിൽ അത്രയും വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 2 പേരായിട്ട് 4 മണിക്കൂർ കൊണ്ട് ജപിച്ചിട്ട് അത് എത്തുമോ എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 മണിയോടുകൂടി സമർപ്പിച്ച് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഭഗവാന്റെ കാരുണ്യം, നമ്മളങ്ങനെ ആഗ്രഹിച്ചാൽ ഭഗവാൻ ഒരു പക്ഷേ അഖണ്ഡജപമായിട്ട് നമുക്ക് ജപിക്കാനുള്ളൊരവസരം തരാനായിരിക്കും. എല്ലാം നല്ലതിന് തന്നെയെന്ന് കണക്കാക്കുക. അപ്പോൾ അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സൗകര്യമുള്ളൊരു ദിവസം അഖണ്ഡനാമജപമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാവും. അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഇന്നലെ പൂർത്തിയാക്കാൻ പറ്റാത്തത് വേണ്ടത് വിധത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം വേണ്ടതുപോലെ ആവാൻ ആ ഭഗവാന്റെ പാദത്തിൽ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിലിരിക്കണു. ഞങ്ങൾ അവിടെ വച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഞങ്ങൾ എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നാലും തരല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെ വേണ്ടതുപോലെ ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. മനസ്സ് ഇവിടെ വച്ചിട്ട് വേണമെന്ന് ഭഗവാനോട് പറഞ്ഞിട്ട് അപ്പം തന്നെ മനസ്സ് അവിടുന്ന് എടുത്ത് എങ്ങോട്ടൊക്കെയോ പോയി. അത് കാരണം ഗോവിന്ദനാമ സങ്കീർത്തനൊന്നും ആരും കേൾക്കണില്ല. മനസ്സ് ഭഗവാന്റെ അടുത്ത് തന്നെ വയ്ക്കുക, അവിടുന്ന് എടുക്കണ്ട. ഓരോരുത്തർ വരും, അവർ കസാര നോക്കും, അവരിരുന്നോളും. ഇപ്പോൾ പ്രധാനമായിട്ട് ആരെങ്കിലും വരിക, വയസ്സായവർ വല്ലവരും വരിക, അപ്പോൾ മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ അവരവർ എന്നും വരണവരല്ലേ. അപ്പോൾ ആദ്യമായിട്ട് വരണവരാകുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്, ഇരിക്കാൻ പാടില്ലേ, ഇവിടെ നിൽക്കാം, അങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ അവരോട് നമുക്ക് പറയാം, എന്താ അവിടെയൊക്കെ ഇരുന്നോളൂ കേട്ടോ എന്ന് പറയാമെന്ന് മാത്രം. ഇഷ്ടമുണ്ടെങ്കിൽ അവരിരിക്കട്ടെ. ബാക്കിയൊക്കെ വരണവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് കസാര ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളും. അതൊക്കെ അതിൻ്റെ പിന്നാലെ മനസ്സ് പോണ്ട. നമുക്ക് മനസ്സ് ആ ഭഗവാന്റെ പാദത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോഴാണ് നമുക്കിത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഈ നാവിനെ പോലെ നമ്മളെ ചതിക്കണത് പിന്നെ കണ്ണ് ചതിക്കും. അതാണ് അധികം കണ്ണ് അടച്ചിരുന്നിട്ട് പറയാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാൾ അപ്പോൾ എനിക്കറിയാം, അപ്പോൾ അവിടുന്ന് അപ്പോൾ അവരെങ്ങനെ നോക്കി, അവരെങ്ങടാ പോണേന്ന് നോക്കി, അത് അങ്ങനെ നമ്മുടെ കണ്ണ് അവരുടെ പിന്നാലെ പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുമ്പോൾ ആരാ നമ്മളെ പറ്റിക്കണേന്ന് മനസ്സിലായി, കണ്ണാണ്. അപ്പോൾ ആ കണ്ണിനെ ആ ഭഗവാന്റെ ആ ചിന്തയോടുകൂടി ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് പറയാനായിട്ട്. കാരണം
ഈ പറഞ്ഞു തരണതെല്ലാം ഉള്ളിലിരുന്ന് പറയണതൊക്കെ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ മുല്ലോർലി തേവർ തന്നെ നമ്മളിത് അവിടെ ഇരുന്ന് ഉത്ബോധിപ്പിക്കുന്നു, നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ അങ്ങനെ ആ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ ഗുരുവും വായുവും ചേർത്ത് വെച്ച മന്ദിരം, നമ്മുടെ ഉള്ളിലും അതല്ലേ, അങ്ങനെയുള്ളൊരു മന്ദിരം തന്നെയല്ലേ, നമ്മുടെ ശരീരം തന്നെയാണ് ഗുരുവായൂർ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാനും ഇവിടെ പാരായണം ചെയ്യാനൊക്കെ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴായാലും തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് അതായത് അനുഭവമാവണമെന്നില്ല. നാളെ കുറച്ച് നേരത്തെ കഴിഞ്ഞ് ആരെങ്കിലും വന്നാൽ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സ് അതിൻ്റെ പിന്നാലെ പോകും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ അയ്യോ അത് വേണ്ട, എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരിക. ഇപ്പോൾ നമ്മളെന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുക പറയുമ്പോൾ എന്തിനാ ഭഗവാനെ അനാവശ്യമായിട്ട് ചിന്തിക്കാനും പറയാനും പോണേ, ആ നേരം നാമം ജപിച്ചുകൂടെയെന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ തന്നെ ജപിക്കാൻ തുടങ്ങും. അങ്ങനെ ജപിച്ച് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോകാണ്ടിരിക്കും. കാരണം ഇതിൻ്റെ മധുരം അറിഞ്ഞ് ഈ മധുരം അറിയാത്തത് എന്താണെന്നറിയോ, ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ് നമുക്ക്, ഭവരോഗം. ആ രോഗത്തിൻ്റെ അതുകൊണ്ട് നമ്മുടെ നാവൊക്കെ മരവിച്ച് പോയി. അതാണ് ഹരിമധുരം എന്താണെന്ന് അറിയാത്തത്. പനി പിടിക്കണ നമുക്കറിയാമല്ലേ, പനി പിടിച്ച് വായൊക്കെ കച്ചാൽ എത്ര നല്ല വസ്തു കൊണ്ടൊന്ന് നാവുമോ വെച്ചാൽ എന്താണ്ടാവുക, കച്ചിട്ട് വയ്യ, അതിനൊരു സ്വാദില്ല എന്ന് പറയും. അതിന് സ്വാദില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ നാവ് അത് അല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ആ മരുന്നിന് രോഗത്തിന് ഔഷധം പ്രയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാവിൻ്റെ രുചിയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതുപോലെ ഈ ഭവരോഗത്തിനുള്ള ഔഷധമാണ് നമ്മുടെ നാമജപം. അങ്ങനെ നാമം ജപിച്ച് കുറച്ച് നാമം ജപിക്കുമ്പോൾ കുറേശ്ശെ ആ ഹരിമധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ആ അനാവശ്യമായിട്ടുള്ള ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെയും ഒരു ലഹരി നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ അതിനെ നമ്മളിത് ആ ലഹരിയിലേക്ക് ആവണം അല്ലേ. വൈന് കുടിക്കണേക്കാളും നല്ലതാണ് വൈൻ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചേർന്നാലും അത് എത്ര പവിത്രമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണോ ഈ ലഹരി, എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാം മറന്ന് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ലഹരിയൊക്കെ. എത്ര നേരം ഉണ്ടാവും അത് പക്ഷേ ആനന്ദമാണോ നമുക്ക് തരുന്നത്? അല്ല. എല്ലാവർക്കും ആ കുറച്ച് നേരത്തേക്ക് വരുന്ന ആസുരിക ഭാവത്തെ ഉണർത്തുക ചെയ്യണം, അല്ലാണ്ട് അത് ആനന്ദം തരുന്നൊന്നുമില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടും ദുരിതവും ദ്രോഹവും അടിപിടിയും വഴക്കും വക്കാണൊക്കെയാണ്. പക്ഷേ ഈശ്വരനോട് ചേർന്ന് ആ ലഹരി ശരിക്കും ഭഗവാന്റെ ഭക്തി എങ്ങനെ വേണമെന്ന് വിചാരിക്കാം. മധുരാമദാന്ധ എന്ന് പറയും. ഈ കള്ള് കുടിച്ചിട്ട് ബോധമില്ലാണ്ട് തൻ്റെ വസ്ത്രം പോലും അഴിഞ്ഞു പോകേണ്ട അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ള അവസ്ഥ പോലെ ആവണത്രേ നമുക്ക് ഭഗവാനോടുള്ള ലഹരി. അത്രയും നമ്മൾ ആ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേരണം. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹം ഉണ്ടാവില്ല നമ്മൾ ആനന്ദത്തിന് അനുഭവിക്കുമ്പോൾ. അത് പറയണതിൻ്റെ ഉദ്ദേശം ദേഹം ഞാനാണ്, ശരീരം ഞാനാണെന്നുള്ള ബോധം മറന്നിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക. ഈശ്വര അനുഭവങ്ങൾ വന്നു ചേർന്നതൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആ മധുരാമദാന്ധ എന്നുള്ള ഭാവം പറയണത്. അതായത് ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ കൊണ്ട് നമുക്ക് വന്നു ചേരണതാണ്. ഇതിനെ മാറ്റുക എന്നുള്ളത് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത് ചെയ്തു വച്ചതിൻ്റെയാണ്. ഇനി ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനി തുടർന്നും അത് ചെയ്യാണ്ട് നമുക്ക് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈശ്വരോപാസനയോടെ, നാമജപത്തിലൂടെ, സത്സംഗത്തിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ ആ ഭഗവാനോട് ചേർത്ത് കഴിഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. വളരെ പ്രയാസമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്കതിനോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് അതിങ്ങനെ കേട്ടിരിക്കാം. പക്ഷേ ഇതല്ലാണ്ട് നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ ചെയ്യണേക്കാളും ഇതുകൊണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ അതിനെ കൊതിച്ചിട്ട് ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആ ലഹരിയിൽ മുഴുകാനായിട്ട് സാധിക്കണം. ആ സമയത്ത്
നമ്മളെ ഒന്നും അലട്ടാണ്ട് എല്ലാം മറന്നു പോവുക. അല്ലാണ്ട് ഇങ്ങനെ ബോധമില്ലാണ്ട് വീണ് കിടക്കുക എന്നുള്ളത് അത് ഒരു തലം അങ്ങനെ ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്. ഈ സന്യാസം നമ്മളെ പോലെയുള്ളവർക്ക് എന്താ, നമ്മളുടെ ജീവിതത്തിൽ കുറേ ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ അങ്ങനെ വന്നിരുന്ന് ആ ഈശ്വരൻ്റെ നാമം ജപിച്ച് ഈശ്വര കഥകൾ കേട്ട് ഇങ്ങനെ ഇരിക്കണ ആ സമയത്ത് ബാക്കി എല്ലാ ദുഃഖങ്ങളും മറന്ന് അതിനെ വേണ്ടതുപോലെ ആസ്വദിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുക. അത്ര സമയമെങ്കിലും ലഭിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് സമയം അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ, കുറച്ച് സമയം നമുക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് എന്താ തോന്നുക, അപ്പം നമുക്ക് ഇനിയും അത് വേണം, ഇനിയും വേണം. ആ സമയത്ത് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഓടി വരാൻ തോന്നും അല്ലേ. അങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴല്ല, എവിടെ ഇരിക്കുമ്പോഴും ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ എവിടെ ഇരിക്കുമ്പോഴും ആ സമാധാനം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചാലോ, എന്തിൻ്റെ ഇടയിലിരുന്നിട്ടായാലും ആ സമാധാനം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചാലോ, അപ്പോൾ എന്തിനേയും തരണം ചെയ്യാനുള്ളൊരു മനഃശക്തി കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചാലോ, അത് എത്ര വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യപടിയായിട്ടാണ് നമ്മളിത് ആ മനസ്സ് ചേർത്ത് വെച്ചിട്ട് ആ ഭഗവാനോടുകൂടി ചേർന്ന് നമുക്ക് ഇരിക്കാം എന്ന് പറയണത്. ഇനി നമുക്ക് വേണ്ടതുപോലെ ഇത് പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജാനകി ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. നാരായണ 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 നാരായണ. അമ്മയ്ക്ക് എന്ത് പറ്റി കുഞ്ഞെ? അമ്മയ്ക്ക് എന്ത് പറ്റി? കൈ നനച്ചോളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വേഗം തന്നെ വയ്യായൊക്കെ മാറിയിട്ട് ആ ഭഗവാന്റെ സാന്നിധ്യത്തിലിരുന്ന് പാവം ഇത്ര ദിവസം 10-20 ദിവസം 22 ദിവസത്തോളം മുടങ്ങാണ്ട് അമ്മയ്ക്ക് ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിയിട്ട് മുല്ലോർലി തേവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ.
ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ആ കുംഭകർണൻ്റെ കുംഭകർണൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ ഭഗവാൻ ആരാണ്? രാമൻ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള സനാതനാണ്. ആ രാമനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും രാമാവതാരത്തിന് സമമായിട്ട് അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എടുത്ത അവതാരങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും അത്യുത്തമം ആയിട്ടുള്ള അവതാരം രാമാവതാരം തന്നെയാണ്. ആ നാമജപത്തിൽ മാത്രമേ എല്ലാവർക്കും മോക്ഷം വരുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ ഈശ്വരനാമം ജപിക്കുകയാണ്. ആ രാമനാമം ജപിച്ച് രാമനെ ചിന്തിച്ചുകൊണ്ട് രാമപാദത്തെ പ്രാപിച്ചുകൊണ്ട് സങ്കടം തീർത്തുകൊള്ളുകയാണ് വേണ്ടത് എന്നെല്ലാം ഉപദേശിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം അതുവരെയാണ് നമ്മൾ വായിച്ച് സമർപ്പിച്ചത്. ഇനി കുംഭകർണ വധം എന്നുള്ള ഭാഗം തൊട്ടിട്ടാണ് വായിക്കുന്നത്. സോദരനേവം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ജൈവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊൽക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദാമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. അഗ്രജം വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ. നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗശൈലരാജാകാരമോടലേറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരാമിരുമ്പു കൊണ്ടുള്ള തന്നായുധാമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരാസേരയിൽ പൊക്കൊരു നേരത്തു വീരരെല്ലാവരും ഓടിനൻ. കുംഭകർണൻ തൻവരാവു കണ്ടാകുലൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസാനേവാനിവൻ അമ്പരത്തോളാമുയരമുണ്ടത്ഭുതം. ഇഥം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരാമാശു ഉത്തരാമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണാസോദരൻ കുംഭകർണൻ മമ പൂർവജാനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവാകുലന്തകൻ നിദ്രാവശാനിവാനാവതെല്ലാർക്കു ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ബാധാ വിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവാനെന്നു ഞാൻ ആദരാപൂർവമാവോളാം അപേക്ഷിച്ചൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടു മടുത്തതു കണ്ടു ഞാൻ ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണമായി പ്രാപിച്ചൻ. ഇത്തം വിഭീഷണൻ വാക്കുകൾ കേട്ട വഞ്ചിത്തം കിളുർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലം മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ
നിർമ്മലൻ ഭാഗവതോത്തമാനത്രയും നാരായണ പ്രിയാനത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയാമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്ത ദീഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ രാമഭാഷ്യം പ്രാപ്യ ചിന്താവിഭാഷനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ചന്ദ്രരെ ഹസ്തപാദങ്ങളാൽ മക്കളാവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാലാദികന്ധരേ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാന രക്ഷണാൽ മർക്കടാരാജാനതു കൊണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞു മാറിൽ തടുത്തവൻ കുത്തിനഞ്ചൂലാമെടുത്തതു കൊണ്ട് വിസ്തൃതനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു ഹരിജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടിനാൻ ആദരാൽ മർക്കടാരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടാരോഷേണ മൂക്കും ചെവികളും ദന്താനഖങ്ങളെ കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റാമഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതീ സന്നദ്ധനായി അടുത്തതു മിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണാഗണം പൊഴിച്ചീടിനാൻ 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ നാസാവിലത്തിലൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണാഹസ്തവും ശൂലവും രാഘവൻ ദക്ഷണേ ബാണമെയ്താശുഖണ്ഡിക്കയൽ യുദ്ധാങ്കണേ വീണു വാനരാവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റാമടുത്തു നിശാചരൻ കൈ നനച്ചു കളഞ്ഞു അവിടെ ഭഗവാനെ സമർപ്പിച്ചോളൂ കേട്ടോ ഇതിലേ വരും വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റാമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമെയ്തു ഖണ്ഡിച്ചാനതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ബദ്ധകോപത്തോടലറിയെടുത്തിടു നക്തഞ്ചരാഭിവൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പു കൊണ്ടു ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ വക്തവുമേറ്റം പിളർന്നു വിളങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൂരക്കുത്തമൻ വൃത്താരി ദൈവതാമായി വിളങ്ങിയിടിനോരത്ര അസ്ത്രാമെയ്തുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്താരിതാനും തെളിഞ്ഞാരതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണതു ദേഹവും അന്നേരം സിദ്ധഗന്ധർവ വിദ്യാധരാ ഗുഹ്യക യക്ഷാഭുജംഗ ഖഗാപ്സരോ വർഗവും കിന്നരാചാരണാകിം പുരുഷന്മാരും പന്നക താപസാദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാൻ ചിത്പുരുഷം പുരുഷോത്തമം അദ്വയം. ശ്രീഹരയേ നമ. ജാനകീ ജീവനസ്മരണം. ഇനി നാരദസ്തുതിയാണ് വായിക്കേണ്ടത്, അതും കൂടി വായിച്ചിട്ട് പറയാട്ടോ. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ രാമൻ ദശരഥാനന്ദനാമുൽപ്പലശ്യാമളം കോമളം ബാണൂധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷം പൂർണ്ണാസമുദ്രം മുകുന്ദം സദാശിവം
രാമം ജഗദഭിരാമം ആത്മാരാമമാമോദമാർന്നു പകർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മ ദൈവമേ. വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖാസുഖാദികളെല്ലാം മനോദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരമായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപമായി സത്വപ്രധാന ഗുണപ്രിയനായി തഥാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ജിജ്ഞനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷാഗതി കാലാഖ്യനായി ഭക്തപ്രിയനം പരമാത്മനെ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീ താപസേന്ദ്രന്മാർ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീ താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം. ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമദ്യം നമോ നമ. തത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. തത്പാദപത്മങ്ങൾ കണ്ടു ദേവിപ്പതീനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വഴുകാ ജഗത്പതേ. കാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മയാബലാവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൽക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം. ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരീതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൽക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം. ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരീതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘാനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവൻ കൊന്നു ജഗൽത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവാവീര ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതീ ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ. അന്നേരം കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുണരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തതാ. ചെന്നു തൊഴുതു പറഞ്ഞു തൃശീരസ്സും ഉന്നതമായോരധികായ വീരനും. വേദാന്തകനും ദേവാന്തകനും നരാന്തകനും മുഹൂരേവം മഹോദരനും മഹാപാർശ്വനും. മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചരാവീരന്മാർ. 8 പേരും സമാരത്തിനൊരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ, ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാരൊരു പീഡയുണ്ടായി വരാ.
എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊല്ലി ദശാനനൻ. ജാനകീ ജീവനസ്മരണം. കുംഭകർണൻ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുംഭകർണനോട് ദേഷ്യ തോന്നിയത്. പറഞ്ഞു, ഞാൻ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉണർത്തിയത്, പറ്റുമെങ്കിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, ആവശ്യമുള്ള സമയത്ത് ഞാൻ വരാം, എനിക്ക് ഒഴിവുള്ളപ്പോൾ, അപ്പോൾ ഉപദേശമൊക്കെ നൽകിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ചു, രാമൻ്റെ സഹായകമേറ്റ് മരിക്കാൻ സാധിക്കാൻ വെച്ചാൽ അത് തന്നെ മോക്ഷകാരണമെന്ന് ചിന്തിച്ചുകൊണ്ട് കുംഭകർണൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ആ സമയത്ത് വിഭീഷണൻ വന്ന് നമസ്കരിച്ച് ഉണ്ടായ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണനോട് പറഞ്ഞു, ഈ നമ്മുടെ കുലം നീ ധന്യനാണ്, നിനക്ക് ആയുസ് ഉണ്ടാവട്ടെ, നമ്മുടെ കുലം രക്ഷിക്കാൻ നിനക്കേ സാധിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് യുദ്ധം ചെയ്ത് പല വിധത്തിലുള്ള അത്രയും വലിയ രൂപത്തിലുള്ള ആ കുംഭകർണൻ വാനരന്മാരെയൊക്കെ പിടിച്ച് തിന്നും ചവിട്ടി മെതിച്ചുമൊക്കെ ചെയ്യണ കണ്ടപ്പോൾ സുഗ്രീവൻ തന്നെ ചെന്നിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ആ സുഗ്രീവൻ യുദ്ധത്തിന് ചെന്ന സമയത്ത് സുഗ്രീവനെ വേലുപയോഗിച്ചിട്ട് സുഗ്രീവന് ബോധം കെട്ട് വീണപ്പോൾ സുഗ്രീവനെ എടുത്തുകൊണ്ട് യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കുംഭകർണന് ക്ഷീണം ഉണ്ടാവുമല്ലോ യുദ്ധമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുംഭകർണന് ക്ഷീണം പോകട്ടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ വലിയ മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നുകൊണ്ടിരുന്ന രാക്ഷസ സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു, ചന്ദനവും അതുപോലെ പനിനീരും ഇതൊക്കെ തളിച്ചിട്ട് ക്ഷീണം മാറാൻ വേണ്ടി അങ്ങനെ തളിച്ചു. അപ്പോൾ അതൊക്കെ ചെന്ന് വീണത് തലയുടെ മുകളിൽ ഇങ്ങനെ പൊത്തിച്ച് പിടിച്ചിട്ടാണ് സുഗ്രീവനെ പിടിച്ചിട്ടാണ് വരണേ. സുഗ്രീവൻ്റെ മേത്ത് വീണപ്പോൾ സുഗ്രീവൻ്റെ ക്ഷീണമൊക്കെ മാറി. സുഗ്രീവൻ വേഗം ചെന്നിട്ട് അവിടെ നിന്നത് ആ ശരീരത്തിലൊക്കെ മുറിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പിന്നെ ലക്ഷ്മണൻ ചെന്ന് എതിരിടാൻ നോക്കിയപ്പോൾ ലക്ഷ്മണൻ്റെ കൂടെ എതിരിടുന്നേക്കാളും രാമനോട് എതിരിടുക നല്ലതെന്ന് വിചാരിച്ചിട്ട് ആ രാമൻ്റെ നേരെ ചെന്ന് ആ രാമസഹായകമേറ്റിട്ട് അവിടെ ആ കുംഭകർണനും അവിടെ ആ യുദ്ധക്കളത്തിൽ വീരചരമം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ നാരദർ വന്ന് സ്തുതിക്കണു. ആ മായ കൊണ്ട് ആ മനുഷ്യരൂപത്തിൽ നടന്നുകൊണ്ട് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ സർവ്വജീവന്മാരുടെയും ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, അവരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുരുഷൻ, പ്രകൃതി, കാലം എന്നീ പേരുകളോടുകൂടിയിട്ട് വിളങ്ങുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയണം. അങ്ങനെ അങ്ങയുടെ പ്രസാദം കൊണ്ടല്ലാണ്ട് ഒരു വിധത്തിലും അങ്ങയെ അറിയാൻ കഴിയില്ല, അങ്ങയുടെ പാദപത്മങ്ങളെ സേവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നെല്ലാം പറയണു. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കണേ, എപ്പോഴും എൻ്റെ കൂടെ എന്നെ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടി അനുഗ്രഹിക്കണം? കാമം, കോപം, ദോഷം, ദ്വേഷം, മതം, മാത്സര്യം, കൃപണത, ലോഭം തുടങ്ങിയിട്ടുള്ള മോഹങ്ങൾ, അങ്ങനെയുള്ള ശത്രുക്കൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് എന്നെ എപ്പോഴും തക്കം പാർത്തിരിക്കണം. ആ ശത്രുക്കളെ മുഴുവനും നശിപ്പിച്ചിട്ട് അങ്ങയുടെ ഉള്ളിൽ ആ പ്രേമഭക്തി ഉണ്ടാക്കാൻ ആരാണ്? നാരദരാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ആലോചിക്കുക, നാരദർ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മളുടെയാണ് പ്രാർത്ഥന. അപ്പം മായയ്ക്ക് അധീനനായിട്ടുള്ള എനിക്ക് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ശക്തിയൊന്നുമില്ല. മോക്ഷം കിട്ടാനായിട്ട് സഞ്ചരിക്കാനുള്ള ശക്തി ഇല്ല. നമുക്കുണ്ടോ? മോക്ഷത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കാനുള്ള അത്രയ്ക്കൊന്നും നമ്മുടെ ജീവൻ അത്രയൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാനെ അവിടുത്തെ കഥകളെ പറഞ്ഞുകൊണ്ട് കേൾക്കുക. ആദ്യം കഥകളെ കേട്ടുകൊണ്ട് അവിടുത്തെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് അങ്ങനെ മനസ്സ് നിരന്തരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിത്യവും ഭഗവാനിൽ തന്നെ ശ്രദ്ധ വച്ചുകൊണ്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ടൊക്കെ ഈ പ്രപഞ്ചത്തിലൊക്കെ സഞ്ചരിക്കാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. ആ സമയത്ത് കുംഭകർണൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാവണൻ മോഹാത്സ്യപ്പെട്ടു വീണു. അപ്പോൾ ആ സമയത്ത് ആയുധങ്ങളൊക്കെ വേണ്ടോളം ആയുധങ്ങളൊക്കെ എടുത്തിട്ട്
8 രാക്ഷസന്മാർ ഒരുമിച്ചിട്ട് കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് രാമനെ വധിച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരിതാ യുദ്ധത്തിന് പോണ ഭാഗമാണ് ഇനി നമ്മൾ പാരായണം ചെയ്യണത്. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടു പോയിക്കൊള്ളുവിനെല്ലാവരും ആയുധവാഹന ഭൂഷണാജാലവും ആവോളവും കൊടുത്തന്തശാകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൻവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളാവു കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരൻ കൊല്ലിന്നിതാശു കബീവരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി രക്ഷണാന്തരെ വാരണവാജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസാവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങിയതാ. രാക്ഷസരൊക്കെ മരിച്ചു അതു കണ്ടതി രൂക്ഷതയോടു മടുത്തന്നരന്തകൻ കുന്തവുമെന്തി കുതിരപ്പുറമേറിയന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമാപുരത്താക്കിനാൻ. ദേവാന്തകനും പരീഖവുമായി വന്നു ദേവേന്ദ്രപുത്രനായനോടെത്തിയതു. വാരണാമേറി മഹോദരാവീരരും തേരിലേറി ത്രിശിരസു മണഞ്ഞിതു. മൂവരോടും പൊരുതിടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാനന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്ന ശൂതുണച്ചാനതു നേരം. മാരുതി കൊന്നിതു ദേവന്തകനെയും വീരനം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസിന്തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതൻ മഹാഭാഷ്യനം നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും മരിച്ചാൻ കവി സത്തമന്മാരോട് എതിർത്തധീസത്വരം. വിശ്വൈകവീരനദീകായനന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞ അത്യർത്ഥ ഉദ്ധതാചിത്തനായി യുദ്ധത്തിനായി ഞാനൊഴിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാൻ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ ദക്ഷണേ മുഖങ്ങളായി വീണുപോം. ചിന്താമുഴുത്തേതുമാവതില്ല അങ്ങേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതാദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകാമുണ്ടതു കൊണ്ടവനേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്. ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്നു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജാപൂർവചന്ദൻ പദാമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു. പുഷ്കരാസംഭവാപാണം പ്രയോഗിച്ചു തക്ഷണേ കണ്ടം മുറിച്ചാനതു നേരം. ഭൂമോപതിച്ചോരധികായ മസ്തകം ആമോദമുൾക്കൊണ്ടെടുത്തു കപികുലം. രാമാന്തികെ വച്ചു കൈതൊഴുതിടിനാൻ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാനവസ്ഥകൾ ഹാവിധി എന്നലേറി ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികാലം മരിച്ചിടിനാനേറ്റം. എന്തിനീ നല്ലതു ശങ്കര വൈഭവേ, എന്തിതു നല്ലതു ശങ്കര ദൈവമേ. ഇത്തം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ.
ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ തതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുകവേ ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ എന്നെ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാപുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭു പ്രസാദം വരുത്തുവാനായി ചെന്നു ചെമ്പാരി ചിത്തും നികുംബുല പൊക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യമഹോമമാരംഭിച്ചിതന്നേരം. രത്നമാല്യംബരാഗന്ധാനുലേപനായുക്തനായി തത്ര ഗുരുപദേശാന്യുതം. ഭക്തി പൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ജരാധിപുത്രനും എത്രയും വ്യക്തവർണ്ണേശ്വരേന മന്ത്രപുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനുപ്രസാദത്തിനതിദ്രുതം. ശസ്ത്രാർത്ഥ ചാപാരധാദികളോടും അന്തർധാനവിദ്യയും ലബ്ധ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായ ചരൻ. പോർക്കളം ബുക്കോരു നേരം കപികളും രാക്ഷസാരെ ചെറുത്താർത്തു അടുത്തിടിനൻ. മേഘജാലം വരുഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകിത്തുടങ്ങിനാൻ. ജാനകി ജീവനസ്മരണം. പാഷേണ പർവ്വതാക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരാവീരവും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ. വാരണാവാജി പദാധീരതികളും അന്തകന്തൻപുരിയിൽ ചെന്നു ബുക്കന്തം വരുന്നതു കണ്ടോരു രാവണി. സന്താപമോടും അന്തർദാനം ചെയ്തു സന്തതം തൂകിനാൻ. ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തോ മുറിഞ്ഞു വീഴും വണ്ണം അക്ഷപ്രവാരന്മാർ വീണു തുടങ്ങിനാൻ. വൻപരന്മാർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തരൂതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ. 50 വാണം വിവീതനേറ്റു പുനാരൊമ്പതു മൈന്ദനു മഞ്ജു ഗജന്മേലും 90 ബാണം നളനും ധരിച്ചിതവണ്ണ മേറ്റു ഗന്ധമാതനൻ മെയ്യിലും. 29 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പുവാൻ മെയ്യിലും. 6 പനാസനും 7 വിനീതനും 6 സുഷേണനും 8 കുമുദനും 5 ബാണാമൃഷഭനും കേസരിക്കഞ്ച 6 9 കൂടെ വന്നേറ്റിതു. 10 ശതാബലിക്കമ്പോ 50 ധൂമ്രനും 10 മുരട്ടും പ്രമാദിക്കോ മേറ്റിതു. 10 പുനാരി 25 മറ്റേ ഏറ്റിതു. ശക്തിയേറും വേഗ ദർശിക്കതുപോലെ 40 കൊണ്ടു ദീമുഖന്മയിലും. 42 ഗവാക്ഷനും ഏറ്റിതു. 3 ഗവയനും 5 ചരപനും 3 ഒരു 4 ഏറ്റു. സുമുഖനും ദുർമുഖനേറ്റാം 24 അമ്പു സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 ഏറ്റു. പുനരാതങ്കമോടൻ അഗ്നിദേവനും അങ്കതന്മേൽ 75 കൊണ്ടിതു. തുങ്കനം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കപികുല നായകന്മാര 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാരി 21 വെള്ളവും അർക്കാതനയനം വീണോരനന്തരം. അവതില്ലേതിനു എന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കും ഋഷാരാഘവാനന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ ശോകാവിഷണ്ണനായി നിശ്ചലമായതു. ലോകവും കൗണപാതിശാജയത്തിനാൽ ആഖണ്ഡരാരിയും ശങ്കനാഥം ചെയ്തു. വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൾ ലേഖാസമൂഹവും ഗീയതാശയ. അങ്ങനെ
യുദ്ധഭാഗങ്ങളാണ് വർണ്ണിക്കുന്നത്. ആ യുദ്ധത്തിൽ ഓരോരുത്തരെ ഇതാ വധിക്കുന്നു. 8 പേര് കൂടിയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവരുടെ സൈന്യങ്ങളുമായിട്ട് ചെന്നു, 8 മഹാന്മാർ. അവരെ എല്ലാവരും വധിക്കണം കണ്ടപ്പോൾ രാവണനാകെ വിഷമായി. അപ്പോൾ രാവണൻ വിഷമിച്ചിരിക്കണം. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഞാനിതാ പോയിട്ട് അവരൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇതാ വരാം എന്ന് പറഞ്ഞു പോണു. അങ്ങനെ ആ പോണ സമയത്ത് ശ്രീപരമേശ്വരനെ പൂജിച്ചിട്ട് അവിടെ ആ ഗുരുപദേശം അനുസരിച്ചിട്ട് രക്തചന്ദനം പൂശി ഗുരുപദേശത്തോട് കൂടിയിട്ട് ആ ശക്തി വർദ്ധിക്കാനുള്ള പൂജയൊക്കെ ചെയ്ത് മന്ത്രമൊക്കെ ചൊല്ലി പൂജയൊക്കെ ചെയ്ത് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചിട്ട് ശസ്ത്രാസ്ത്രങ്ങളും വില്ലും അമ്പൂക്കെ മേടിച്ചു. പിന്നെ ഇച്ഛാനുസരണം ആ രൂപം മാറാനുള്ള അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് ആ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട് കുറച്ചധികം നേരം യുദ്ധമൊക്കെ ചെയ്തു. ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാനരന്മാരൊക്കെ അത് രാക്ഷസന്മാരൊക്കെ ചെറുക്കണ കണ്ടപ്പോൾ എന്ത് ചെയ്തു, മേഘനാഥൻ അവിടെ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ആ മേഘനാഥൻ ബ്രഹ്മാസ്ത്രത്തിനെ പ്രയോഗിച്ചു. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് എല്ലാവരും ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ അതിങ്ങനെ ഓരോരുത്തർക്ക് ഇത്രയ്ക്ക് ആ ശരങ്ങളേറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ആ ബ്രഹ്മാസ്ത്രത്തിൽ വീണുപോയി. ആ വീണ് ആകെ ആ സമയത്ത് എല്ലാവരും വീണു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ദേവന്മാരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ലോകങ്ങളെയൊക്കെ നിശ്ചലമാക്കിക്കൊണ്ട് രാമലക്ഷ്മണന്മാരെയും അവിടെ താഴെ വീഴ്ത്തി. അപ്പോൾ ഇന്ദ്രജിത്ത് എന്നിട്ട് ജയിച്ച് എന്ന് പറഞ്ഞ് ശംഖനാഥമൊക്കെ മുഴക്കിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ആകെ ദേവന്മാരെല്ലാം ഇനി രക്ഷയില്ല എന്നുള്ള ഭാവത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ഭാഗങ്ങൾ വായിക്കാം. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോകുവാൻ മേലിലാപത്തു ഞാനോർത്തു പോർക്കളങ്കൈ വിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായനത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ജാഗാതവാര്യതിലാരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കും നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനൻ. പിന്നെയും പാന്തോജ സംഭവ നന്ദനഞ്ചാമ്പവാൻ താതാനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണു മിഴിപ്പാനരുതഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കപീപുങ്കവ നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ. കണ്ണു മിഴിച്ചുകൂടാരുധീരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനാരെന്നതു കേട്ടവൻ ചോദിച്ചതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണമിനീയടോ. ചോദിച്ചിതാച്ചു വിഭീഷണനെന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാദികളാം അവരേവരിലും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ. മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ
സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതാപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതീനൊക്കുമേ. സാരസാ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കിടകാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നിയെ പോകവേണം. നീ ഹിമാവാനെയും കടന്ന ആകുലാമറ്റു കൈലാസ ശൈലത്തൊടം. കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങളറിയുക നീ. 4 ദിവ്യൌഷധങ്ങളവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യ കരണിയെന്നൊന്നടോ. പിൻപു സന്ധാന കരണി 3-മതും. നല്ല സുവർണ കരണി 4-മതു ചൊല്ലുവാൻ ഞാൻ മൃത സഞ്ജീവനി സഖേ. 4 ശൃംഗങ്ങൾ ഉയർന്നു കാണാമതു 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും ദേവസ്വരൂപങ്ങളെന്നു അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചരൂനദികളും രാജ്യങ്ങളും കടന്ന ആരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുത നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധീസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മഹേന്ദ്രമേറിയിടിനൻ. മേരുവീരോളം വളർന്നു ചമഞ്ഞവൻ. വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോടലറിനൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു. വൈരഞ്ജമണ്ഡവും ശങ്കരാശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതാനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതാവേഗേന പോയാതറിഞ്ഞൊരു ചാരാവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരംഗ വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി. വിസ്മയം പൂണ്ടവൻ ആമോദപൂർണം പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖാനിപീഡിതനാകിയ രാവണനക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാനത്രേ വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശുവീനിടിനാൻ ഭൂതലെ. പക്ഷേ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നി പറയോ മടുപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിച്ചു കൊള്ളുവാൻ മാരുതാനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേനാമതിന്നു നിന്നോടു പായവും ചൊല്ലാമതിനിടോ. താപസനായി ചെന്നു മാർഗമേ മധ്യേ പൊക്കു പാപാവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ല കണക്കിനും നീ വരുത്തിയിടണം. താമസാവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിന്നിക്കാലം എന്നുള്ളിലുള്ളതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ
മരിപ്പാൻ ഏതുമെനിക്കുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ച് നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്താജടാത്മാകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനെ കൊണ്ടേ കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും ശുദ്ധോദയ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം പൂണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവാവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മിനി കണ്ടാത്മനാമാത്മന സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സാവരാജംഗമാജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസംഭാപര്യന്തമായെന്തൊന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനെ കഥ സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മയാം. പുത്രാഗുണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണ ഹിംസാദികളെടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. ഹോർത്തൃത്വമോ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധാത്മനാപരാനഗനവാളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ തൻ മറക്കുന്നിതന്യുഹമായ ഗുണാവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദുഷ്ടാപകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവതി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധന്യാനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവന ഭക്തി പരവശേ നിത്യം സഗൂഢനം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃത്പത്മകർണികാമധ്യേ സുവർണപീഠോജ്ജലേ രത്നാഗണഞ്ജിത നിർമ്മലേ ശ്ലഷ്ണേ മൃദൂതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണാസേവിതം ഭാനൂധനധരം വീരാസനസ്ഥം വിശാലാവിലോചനാം ഐരാവതാതുല്യപീതാംബരാധരം ഹാരാഗിരീരാഗയൂരാംഗദാംഗുലീയൊരു രത്നാഞ്ജിത കുണ്ടലാനൂപുര ചാരുകടക കടീസൂത്ര കൗസ്തുഭ സാരസാമല്യവനമാലികാധരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ
ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവാഹൃതിസ്ഥിതം സർവേശ്വരം പരം സർവവന്ധ്യം ശരണാഗതാവത്സലം ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷാമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞ ദീഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധീനം പുരാണം ശിവം രാമരാമേവം ഭജിച്ചിടു സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽക്കലം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലാമീഷണാന്താചാരന നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനൻ രാക്ഷസാരാജദുഷ്ടാത്മന്മതി രൂക്ഷസ്വഭാവാമിതു കൊണ്ടു കിംബലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിന് എന്നുടെ സദ്ഗതിക്കെന്നേ ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്വേ വൃഷം ചെന്നിരുന്നൻ മുനി വേഷമായി തക്ഷണേ ജാനകി ജീവനസ്മരണം രാമ. ഇപ്പോൾ അങ്ങനെ ആ ഇന്ദ്രജിത്ത് വന്നിട്ട് എല്ലാവരും ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീരാമചന്ദ്രനടക്കം എല്ലാവരും ഭൂമിയിൽ വീണു. അപ്പോൾ ആ വിഭീഷണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആപത്ത് കാലത്ത് സഹായത്തിനെത്താൻ മാറി നിന്നായിരുന്നു. അതുകൊണ്ട് വിഭീഷണൻ ആ പോർക്കരത്തിൽ മാറി നിൽക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹനുമാൻ നിലത്ത് വീണ് കിടക്കുന്നവരിൽ ജീവനോട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹനുമാൻ അത് ഏറ്റിട്ടില്ല. ബ്രഹ്മാസ്ത്രം ഹനുമാനെ ഏൽക്കില്ല, അത് നേരത്തെ പറയണ്ടായല്ലോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നടക്കണേൻ്റെ ഇടയ്ക്ക് വിഭീഷണനെ കാണുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ജാമ്പുവാനെ കാണുന്നു. അപ്പോൾ ജാമ്പുവാനെ കണ്ടപ്പോൾ ജാമ്പുവാനോട് ഇങ്ങനെ വിഭീഷണൻ ചോദിച്ചു, അങ്ങേക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം എണീറ്റിരിക്കുന്നു, കണ്ണ് തുറക്കാൻ പറ്റണില്ല, കണ്ണിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് നല്ല ബോധമുണ്ടല്ലോ, ഇനി അതുകൊണ്ട് ആരെങ്കിലും ഈ മേഘനാഥൻ്റെ അസ്ത്രം ഏറ്റിട്ട് മാരുതി എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ ചോദിച്ചു, അതെന്താ മാരുതി, ഹനുമാനോട് മാത്രത്തെ പ്രത്യേകത എന്താ? രാമലക്ഷ്മണന്മാരും സുഗ്രീവരും അംഗദരൊക്കെ ഉണ്ടായിട്ട് എന്താ വായുപുത്രനെ മാത്രം ചോദിച്ചത് എന്ന് പറഞ്ഞു. ഹനുമാനുണ്ടെങ്കിൽ മറ്റാർക്കും യാതൊരു അപായവും ഉണ്ടാവില്ല. അഥവാ ഹനുമാനും മരിച്ചു വീണു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു, പിന്നെ ഇനി ഈ യുദ്ധം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഹനുമാൻ വേഗം ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ വേഗം തന്നെ പോയിട്ട് ഇവരെയൊക്കെ രക്ഷിക്കാൻ ഹിമാലയം കടന്നിട്ട് കൈലാസ പർവ്വതത്തിലേക്ക് പോവുക. അവിടെ ഋഷഭാദ്രി കാണാം. ആ ഋഷഭാദ്രിയിൽ 4 ദിവ്യൌഷധങ്ങളുണ്ട്. അപ്പോൾ അത് വൈശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, പിന്നെ മൃതസഞ്ജീവനി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ പോയിട്ട് അത് കൊണ്ടുവരണം, അത് കൊണ്ടുവന്നാൽ ഇവരെയൊക്കെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ അതിന് വേണ്ടിയിട്ട് ഹനുമാൻ പോവുള്ളൂ. അപ്പോൾ പോണ സമയത്ത് ഇവരുടെ ഈ രാവണൻ്റെ ചാരന്മാരെ ഔഷധം കൊണ്ടുവരാനായിട്ട് വായുപുത്രൻ മാത്രം മരിച്ചിട്ടില്ല, വായുപുത്രൻ പോയി എന്നുള്ള കാര്യം രാവണനെ അറിയിച്ചു. അപ്പോൾ രാവണൻ എന്ത് ചെയ്തു? കാലനേമിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പം അങ്ങനെ കാലനേമിയുടെ അടുത്ത് ചെന്നപ്പോൾ കാലനേമി ചോദിച്ചു, വെളിച്ചാകുമ്പോൾ തന്നെ ഇത്ര ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരാൻ എന്താണ് കാരണം, എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞതാ,
ബ്രഹ്മാസ്ത്രം കൊണ്ട് വാനരന്മാർ കൊന്നു വീഴ്ത്തിയപ്പോൾ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാനെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് കുറേ സമയം കാലതാമസം. ഈ മൃതസഞ്ജീവനി ആ ഒരു ജീവനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സമയപരിധിയുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൃതസഞ്ജീവനി കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അപ്പോൾ കാലതാമസം വരുത്തിയ സമയം നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ അത് കൊണ്ടുവന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ മാർഗതടസ്സം ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ ആ കാലനേമി രാവണനോട് പറയുന്നുണ്ട്, എന്താണ്, സാമവേദജ്ഞ, സർവജ്ഞനായിട്ടുള്ള ലങ്കാധിപ എന്നൊക്കെ വിളിക്കണം. കാരണം ഇതൊക്കെ അറിയാം, അദ്ദേഹം ഭയങ്കര പണ്ഡിതനാണ്, ഇതൊക്കെ അറിയണ ആളാണ്, എല്ലാം അറിയണ ആളായിരുന്നിട്ട് പോലും അല്ല, അറിവ് കൂടുന്തോറും അഹങ്കാരം വർദ്ധിക്കുക എന്ന് പറയുന്നത്, എല്ലാം അറിയണ ആളായിരുന്നിട്ടും കൂടി വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ ആദ്യമേ തന്നെ തൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആ വാക്കുകളെ കൊണ്ട്. തന്നെ അറിവുള്ളവനല്ലേ, പണ്ഡിതനല്ലേ, പിന്നെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തം ചെയ്യാമോ എന്നാണ് ആ വിളിയിൽ തന്നെ ഒരു ഇത്. എന്നിട്ട് പറഞ്ഞു, ഇതാ അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനൊന്നും എനിക്ക് മടിയില്ല, പിന്നെ മാരീചനെ പോലെ പോയി മരിക്കാനും. അപ്പോൾ ഈ രണ്ട് കാര്യമുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി മാരീചനെ പോലെ മരിക്കാൻ മടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നാലും കാര്യമൊന്നുമില്ല, എനിക്കും മരണം തന്നെ സംഭവിക്കുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു, അങ്ങയ്ക്ക് ഇനിയിപ്പോൾ മരണം സംഭവിക്കില്ല എന്ന് വിചാരിക്കുക, പക്ഷെ അങ്ങയുടെ മക്കളും മരുമക്കളും അനിയന്മാരും കൊച്ചുമക്കളും ഒക്കെ മരിച്ചിട്ട്, ഭൃത്യന്മാരും എല്ലാവരും മരിച്ച് അങ്ങ് തന്നെ അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ജഡമായിട്ടുള്ള ഈ ശരീരം ശേഷിച്ചത് കൊണ്ട് എന്താ നേട്ടം? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ഇതിനൊക്കെ കാരണം ആ സീതയെ മോഷ്ടിച്ചു കൊണ്ടതല്ലേ, സീതയെ ശ്രീരാമചന്ദ്ര പ്രഭുവിന് കൊടുത്തിട്ട് ആ പാദങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ രാജ്യം അതൊക്കെ വിഭീഷണനെ ഏൽപ്പിച്ചിട്ട് നീ ആ കാട്ടിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കൂ. അങ്ങനെ ഏകാന്തത്തിലിരുന്നിട്ട് ഈ ആസക്തിയൊക്കെ വെടിഞ്ഞ് കാരണം രാവണൻ അതിന് സാധിക്കും. രാവണൻ എത്രയോ വർഷം തപസ്സിരുന്നിട്ടാണ് ഒരു മനുഷ്യൻ എന്നെ വധിച്ചാൽ മതി എന്നുള്ള വരക്കം നേടാനായിട്ട് എത്രയോ കാലം ബ്രഹ്മാവിനെ തപസ്സിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പറയണു, ഈ പരബ്രഹ്മം മുതൽ പുൽക്കൊടി വരെ കണ്ടതും കേട്ടതൊക്കെ പ്രകൃതി എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രകൃതി, അത് സദ്ഗുരു അതിനെ മായ എന്നാണ് പറയുക. അപ്പോൾ ഈ കാണുന്ന ആ വൃക്ഷത്തിന് പല വിധത്തിൽ സൃഷ്ടിസ്ഥിതിയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് ഓരോ സമയത്തും അധർമ്മം ഉണ്ടാവുമ്പോൾ ഭഗവാൻ ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് അങ്ങനെ പല നിറങ്ങളോട് കൂടിയിട്ട് ജനിച്ച് വന്ന് ആ ധർമ്മത്തെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ രാമനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാമനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ആ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ആ ഈശ്വരധ്യാനത്തിൽ മുഴുകി ഈശ്വരനാമം ജപിച്ചാൽ മാത്രമേ ആനന്ദത്തിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് അനുഭവിച്ചാലും, സുഖം അനുഭവിക്കുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവും, അല്ലേ? സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സന്താപം ഉണ്ടാവും. മഴയുണ്ടെങ്കിൽ വെയിലുണ്ട്, എല്ലാത്തിനും ദ്വന്ദ്ങ്ങളുണ്ട്. ദ്വന്ദ്ങ്ങളില്ലാത്ത ഒരേ ഒരു ഭാവം എന്ന് വെച്ചാൽ ആനന്ദം മാത്രമേ ഉള്ളൂ. ആ ആനന്ദത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ആനന്ദത്തിലിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ആനന്ദമാണ് അനുഭവിക്കേണ്ടത് എന്ന് പറയണു. അങ്ങനെ അതുകൊണ്ട് ആ ഭഗവാനെ അതിമനോഹരമായിട്ട് ആ സുവർണ പീഠത്തിലിരിക്കുന്ന സീതാ രാമന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാനെ, പരബ്രഹ്മസ്വരൂപനായിട്ട് ഭഗവാനെ ധ്യാനിക്കൂ. അപ്പം നിനക്ക് മുക്തി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുക, രാമനാമം ജപിക്കുക എന്നൊക്കെ ചെയ്യണവർക്ക് പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. ആ ജന്മജന്മാന്തരങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ കൂടി നീക്കാനായിട്ട് ആ തിരുനാമ ജപം, നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൂ. ആ നാമസങ്കീർത്തനം ചെയ്യൂ എന്നെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞതാ വേഗം ദേഷ്യം കൊണ്ട് ആ മൃദു പോലെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ എന്താ ഉണ്ടായേ? ദേഷ്യം വന്നു രാവണനല്ലേ. രാവണൻ ആ വാളൂരിയെടുത്തിട്ട് വധിക്കാനായിട്ട് പോയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, എന്നെ വധിക്കരുത്, ഞാൻ പൊക്കോളാം. അതായത് നിന്നെ ഇതുപോലെ ദുഷ്ടബുദ്ധികളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എനിക്ക് സദ്ഗതി ലഭിക്കാൻ ഉത്തമമായിട്ടുള്ള മാർഗം ഇത് തന്നെയാണ്, ആ സത്യസ്വരൂപം. അപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാലനേമി അവിടെ നിന്നിങ്ങനെ പോയിട്ട് ഒരു മായ കൊണ്ട് നിർമ്മിച്ചിട്ട് ഉള്ള ഒരു
ആശ്രമം നിർമ്മിച്ച് മായ കൊണ്ട് കുറേ മുനികുമാരന്മാരെയൊക്കെ സൃഷ്ടിച്ചിട്ട് വലിയ മഹർഷിയുടെ ഭാവത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു അതുവരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. കാണായിതാശ്രമം തൊട്ടിട്ടല്ലേ ഇനി വായിക്കണ്ടേ. കാണായിതാശ്രമം മായാവിരാജിതം നാനാമുനിജനാസേവിതാമായതം ശിഷ്യാജനാപരിചാരക സംയുതാശ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്മനോവിഭ്രമമല്ലല്ലി. നാനാപ്രകാരവും താപസാനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം ഔഷധം നിൽക്കുമത്യുന്നതം ദ്രോണാജലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം വിചാരിച്ചൊരു യോജനായതം വിസ്താരമാണ്ടാമായ മായാശ്രമാശ്രമം രംഭാപനാസഗർജൂരകേരം അമ്രാതിസമ്പൂർണ അത്യച്ഛതോയം വാബീയുതം കാലനേമീത്രയാമാചാര്യനും തത്ര ശാലയിലത്ര സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢാമമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരനം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു താമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥാം ഇവിടേക്ക് വന്ന ദൂതഹം പുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങൂ ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നതൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ മാമകമായ കമണ്ഡലുസ്തം ജലമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി. ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യാദശ കണ്ടറിഞ്ഞിരിക്കുന്നതോ സുവ്യക്തമായതോ കൊണ്ടു ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവാവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാൻ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവിപുങ്കവൻ അത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ ഭാരം പെരുതുമേദാഹാമതോ കൊണ്ടു പോരാകമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരാജിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാകാലനേമിയും ചൊല്ലിനെത്ര നിമീലനം ചെയ്തു പാനീയവും ബന്ധുമാധികം പ്രാപിക്ക സന്തതം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ കണ്ണു മടച്ചു ആഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയോ മുന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനൊരും പട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്തം പിളർന്നുകൊണ്ടു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവീവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ ഇതത്യത്ഭുതം ദിവ്യാഭിമാനദേശേ കണ്ടിത നേരം ദിവ്യരൂപത്തോടും നാരീമണിയെയും ചേതോഹരാംഗീയം അപ്സര സ്ത്രീമണി വാതാത്മജ്ഞനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കബീവര
മുന്നാമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നോടെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതി മേ നാമം മഹാമതേ മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവകാമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസാവേശം ധരിച്ചിരിക്കുന്നതു താപസാദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടിങ്ങു പോരുക ക്രവ്യത വംശാമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരാവീര കുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞാളവൾ മാരുതി മായാവിയം കാലനേമി തന്നന്തികെ ചെന്നാനവനോടു ചൊന്നാനസൂരനും വന്നിടുവാനിത്ര വൈകിയാതെന്തടോ കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണായും അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവൻ നിർണയം ദക്ഷണേ മുഷ്ടിയും വിദ്വാദൃഢതരം രക്ഷാപ്രകാരോത്തമങ്കേ കവീവരൻ ഒന്നടിച്ചാനതുകൊണ്ടു അവനും തഥാ ചെന്നു മുഖ്യടിനാൻ ധർമ്മരാജാലയം ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധം ഔഷധാവാസ ഋഷഭദ്രിയും കണ്ടിത ഔഷധാവ ഒന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ചേണാങ്ക ബിംബം കണക്കെ പിടിച്ചുടൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ട നീലകണ്ഠനും ആനന്ദമായി ആയി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷാമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം മിന്നുന്ന ഇന്നു തന്നെ ഹരേ കൃഷ്ണ മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായികലിങ്ങനെ രക്തിഞ്ചരാബലം കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്തരം കുന്നൂമെടുത്തുയർന്നാൻ കബീപുങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ ഇട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം ജാനകീ ജീവനസ്മരണം ശ്രീഹരയേ നമ. അങ്ങനെ ആ കാലനേമി ഒരു സന്യാസിയുടെ വേഷം ധരിച്ചിട്ട് ഒരാശ്രമമൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ആശ്രമം കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു ഇങ്ങനൊരു ആശ്രമം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ, എനിക്ക് വഴി തെറ്റിയതാണോ, എന്തായാലും ഇവിടെ ഇറങ്ങി ചോദിക്കാം, നല്ല ദാഹമുണ്ട്, ഇത്തിരി വെള്ളം കുടിക്കണം, അപ്പം ജലാശയം എവിടെയാണെന്ന് കൂടി അന്വേഷിക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ വൃത്താന്തമൊക്കെ എനിക്കറിയാം, ഞാൻ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഉണർന്നെണീറ്റു, നീ സമാധാനമായിട്ട് ഇരുന്നോളൂ, വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ കമണ്ടലൂലെ വെള്ളം കൊടുക്കാൻ നോക്കുമ്പോൾ പറയും ഇതെനിക്ക് പറ്റില്ല, കുറേ വെള്ളം കുടിക്കാൻ നല്ല ദാഹമുണ്ടെന്ന് പറയും. അപ്പോൾ പറയും ഞാനൊരു ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ജലാശയം, അവിടെ കാണിച്ചു തരാം, പക്ഷെ കണ്ണടച്ചിട്ട് വെള്ളം കുടിക്കാവൂ അവിടെ ചെന്നിട്ട് എന്ന് പറയും. അപ്പോൾ പറയും ശരി എന്ന് പറയും. കൂടെ ഒരാളെയും പറഞ്ഞേക്കും, മായ കൊണ്ട് സൃഷ്ടിച്ച ഒരു മുനിയെ പറഞ്ഞേക്കും. എന്നിട്ട് ആ മുനി അവിടെ ആ കുളം കാണിച്ചു വെച്ചിട്ട് അത് തിരിച്ചു പോരും. അപ്പോൾ ആ കുളം ഈ കാലനേമിക്ക് അറിയാം, അങ്ങനെ അവിടെ ഒരു കുളം ഉണ്ട്, ആ കുളത്തിൽ ഒരു വലിയ മുതലുണ്ട്. അപ്പോൾ ആ മുതല അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ് ആ കുളത്തിലേക്ക് പറഞ്ഞേച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണടച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കണമെന്ന്. കണ്ണടച്ച് വെള്ളം കുടിക്കുമ്പോൾ ആ മുതല അതിനെ പിടിച്ച് തിന്നൂലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കണ്ണടച്ച് വെള്ളം കുടിക്കാൻ തോന്നി. പെട്ടെന്ന് ഈ മുതല വന്നിട്ട് ആ ഹനുമാൻ സ്വാമിയെ വിഴുങ്ങാൻ നോക്കിയപ്പോഴേക്കും എന്തോ ആ ഈശ്വരേച്ഛ കൊണ്ട് കണ്ണ് പെട്ടെന്ന് തുറന്നപ്പോൾ കാണുകയാണ്, ഇതിനെ കാണുമ്പോൾ അതിനെ വധിച്ചപ്പോഴേക്കും ആ മുതല ഒരു സ്ത്രീരത്നമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ശാപമോക്ഷം കൊണ്ടുവന്ന അപ്സര സ്ത്രീയാണ്, എൻ്റെ പേര് ധന്യമാലി എന്നാണ്, അങ്ങ് കാണുന്നത്
സന്യാസിയൊന്നുമല്ല, രാക്ഷസനാണ്. ഇതാ പറ്റിക്കാൻ വേണ്ടിയിട്ട് രാവണൻ്റെ നിർദ്ദേശപ്രകാരം കാലനേമിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് ആ രാക്ഷസനെയൊക്കെ വധിച്ചിട്ട് വേണ്ടതുപോലെ ആ ഔഷധം എടുത്തിട്ട് വേണ്ടതുപോലെ പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ച് അവർ മറഞ്ഞു. ആ സമയത്ത് തിരിച്ചു ചെന്നപ്പോൾ പറഞ്ഞു, എന്താ നീ വൈകിയത്, വേഗം ഇവിടെ ഇരിക്കൂ, ഞാൻ നിനക്ക് മന്ത്രോപദേശം ചെയ്യാം, ദക്ഷിണ തന്നോളാൻ പറഞ്ഞു. അപ്പം എന്നാൽ ശരി ദക്ഷിണ തരാമെന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ചുരുട്ടിയിട്ട് നിറന്തലയിൽ ഒരൊറ്റ ഇടിയ വെച്ച് കൊടുത്തു. മുഷ്ടിപ്രഹാരം കൊണ്ടുള്ള ദക്ഷിണ കൊടുത്തു. അങ്ങനെ മോക്ഷം കിട്ടി. അസുരന് മോക്ഷം കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് വേഗം പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പറഞ്ഞതൊക്കെ കണ്ടു, ആ പർവ്വതമൊക്കെ കണ്ടു, ആ പർവ്വതമൊക്കെ കണ്ടു. പക്ഷേ അതിലേതാണ് ഈ മരുന്നെന്ന് മനസ്സിലായില്ല. വേഗം എന്ത് ചെയ്തു, ആ മലയോട് കൂടിയിട്ട് അങ്ങനെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാറ്റേറ്റപ്പോഴേക്കും എല്ലാവരും ഉണർന്നു. അപ്പോൾ പറഞ്ഞു വേഗം തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം, ഇതിവിടെ ഇരുന്നാൽ യുദ്ധം വേണ്ടതുപോലെ നടക്കില്ല, മരിച്ചവരൊക്കെ എങ്ങനെ എണീറ്റ് വരിക വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ദേവന്മാർ മാത്രമേ മരിച്ചവരെല്ലാവരും, വാനരന്മാർ മാത്രമേ മരിച്ചവരെല്ലാവരും ഉണർന്ന് എണീറ്റുള്ളൂ. അസുരന്മാരെ എണീറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരിക്കുന്ന അസുരന്മാരെ എടുത്ത കടലിലേക്ക് ഇട്ടേക്കുമെന്ന് രാവണൻ പറഞ്ഞ കാരണം എല്ലാവരെയും കടലിലേക്ക് എറിഞ്ഞു. അത് കാരണം അവരാരും ജീവിച്ചില്ല എന്ന് പറഞ്ഞ് ആ ദിവ്യ ഔഷധ ഫലം പറഞ്ഞിട്ട് നമുക്ക് ഇന്നിവിടെ സമർപ്പിക്കാം. അപ്പം ഇന്നിവിടെ സമർപ്പിക്കാം. ബാക്കിയുള്ളത് ഇനിയിപ്പം നാളെ അല്ല, ഇനി കുറച്ച് ഭാഗങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ 15-ാം തീയതി വായിച്ച് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹം. ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്ത് പിന്നെ കുറച്ചേ ഉള്ളൂ. പട്ടാഭിഷേകം കഴിഞ്ഞാൽ 2 പേജേ ഉള്ളൂ. അത് വായിച്ചിട്ട് നാമൊക്കെ ജപിച്ച് നമുക്ക് ഇവിടെ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ തലേ ദിവസം വായിച്ച് സമർപ്പിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഭഗവാനോടൊരു ഇച്ഛ, ഭഗവാന്റെ ഇച്ഛ പോലെ വരട്ടെ, എല്ലാം വേണ്ടതുപോലെ ആവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും ദിവസം ഇത് വേണ്ടതുപോലെ കൊണ്ട് നടക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ അപ്പോൾ ഇനിയും തുടർന്നു അങ്ങനെ തന്നെയാവും. ഭഗവാന്റെ ഇതിവിടെ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രേമഭക്തിക്കായിട്ട് നാമം ജപിക്കാൻ തോന്നണേ, അത് മാത്രമാണ് അല്ലേ. നാമം ജപിക്കാൻ ഇന്നലെ നമുക്കൊക്കെ തോന്നിയെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് നാമം ജപിച്ചേനെ, 6 മണി വരെ എന്തായാലും നാമം ജപിക്കാമെന്ന് അങ്ങനെ തോന്നിയെങ്കിൽ നമ്മൾ ജപിച്ചേനെ. അപ്പോഴേക്കും നമുക്ക് ആ ഒരു ഉറപ്പില്ലാണ്ടായി, പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു ഉറപ്പില്ലാണ്ടായി. അപ്പോൾ നോക്കൂ എത്ര ശ്രമമുണ്ട് നാമം ജപിക്കാൻ, ആലോചിച്ച് നോക്കൂ, എത്ര ശ്രമമാണ് നാമം ജപിക്കാൻ. നാമം ജപിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാമം ജപിക്കാൻ നല്ല പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് പക്ഷെ നാമം ജപിച്ചാൽ കിട്ടണ ഗുണോ അത് ജന്മജന്മാന്തരങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ്. എത്ര നല്ല ആ ഒരു നാമജപം കൊണ്ട് മാത്രമേ കലികാലത്തിൽ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലേക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ
ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ചമാലം യന്ത്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുഭദരമണം പ്രവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ശ്രീ ഗുരുവായൂരപ്പ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീരാധേശ്യാം.